ഓക്കെ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയ വെള്ളത്തിന്റെ കൂടുതൽ ഏരിയയിലേക്ക് വരുന്ന പ്രോബ്ലം തീർന്നു. ഡിപ്പ് ചെയ്യുന്ന സ്ഥലത്തെ ബ്ലീഡിംഗ് ആണ് ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രശ്നം. പെർക്കിൽ ബ്ലീഡ് ചെയ്യുന്നത് നമ്മുടെ മെഷീനിൽ ഇടുമ്പോൾ നമുക്ക് പ്രശ്നം വരുന്നത് കൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നത്, സോൾവെന്റ് സേവ് ചെയ്യാനായിട്ട്. ഒരു എക്സ്ട്രീം ലെവലിൽ അടുത്തൊരു R&D ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്ത ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ 30x30 സെന്റിമീറ്റർ നമ്മൾ ഓൾറെഡി ബൗൾ ചെയ്തിട്ടുണ്ട്. 1 ബൗൾ ഫോർ ഫാബ്രിക് വാട്ടറിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ അനദർ ബൗൾ വെച്ചിരിക്കുന്നത് ടേബിളിന്റെ. അത് രണ്ടാമത്തെ ബൗൾ ഇടതുവശത്ത് എടുക്കുക. ഈ ബൗളിൽ ഇപ്പൊ നമ്മൾ പറയുന്ന സാരി ഫോള് ബ്ലീഡിങ് ആവുന്ന ഇതേ സെയിം സ്ഥലത്ത് പെർക്ക് ലോഡ് ചെയ്യുക. ഈ ബൗൾ സാരീനെ മൊത്തം ഡിപ്പ് ചെയ്യുക. കസ്റ്റമൈസ് ടേബിളിൽ നിന്ന് ഡിസ്ചാർജ് പുറത്തേക്ക് എടുക്കുക. ഒരു പ്ലാസ്റ്റിക് ക്യാനിൽ എടുക്കുക. നിങ്ങൾ പുറത്തേക്ക് എടുത്തു. സെക്കൻഡ് ബ്ലീഡ് നിങ്ങൾ പുറത്തേക്ക് എടുക്കുക. ശേഷം ഇമ്മീഡിയറ്റ് എയ്തർ നമ്മുടെ സ്പിന്നറിലേക്ക് ഇടുകയോ റീകളക്ട് ചെയ്തിട്ട് ഡ്രയറിലേക്ക് ഇട്ടു. പാച്ചസ് പകരുക എന്നുള്ള പ്രശ്നം അവിടെ തീർന്നു. പുറത്ത് റീകളക്ട് ചെയ്ത് ഡബ്ബയുണ്ടല്ലോ, ഈ ഡബ്ബ മെഷീനിലേക്ക് നമ്മൾ ലോഡ് ചെയ്തിട്ട് ഡിസ്റ്റിലേഷൻ ചെയ്ത് റീയൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ പെർക്ക് ലോസ് ആവുന്നില്ല, ബ്ലീഡ് പ്രശ്നം വരുന്നില്ല. ഒരൊറ്റ സാരിയിൽ മാത്രം ബ്ലീഡ് പ്രശ്നം വന്നത് നമ്മുടെ കവർ ചെയ്തു. നമ്മളതിന് നേരെ സ്പിന്നറിലേക്ക് ഇട്ട് റീകളക്ട് ചെയ്ത് ചെറുതായിട്ട് വന്ന സാധനം ഇട്ടില്ലേലും വേണ്ട കിട്ടിയില്ലേലും വേണ്ട കളഞ്ഞോ. ദെൻ സ്പിൻ ചെയ്ത് ഇമ്മീഡിയറ്റ് നമ്മൾ ഡ്രയറിലേക്ക് ഇട്ടു. ഇനി വേണമെങ്കിൽ സ്പിന്ന് മാനുവൽ സ്പിൻ, ഡ്രൈ ക്ലീനിങ് മെഷീനിൽ തന്നെ മാനുവൽ സ്പിൻ ഓപ്ഷൻ സെലക്ട് ചെയ്യും. അതിൽ സ്പിൻ ഇട്ടു, അതിൽ തന്നെ മാനുവൽ ഡ്രൈ സെലക്ട് ചെയ്യും, അതിൽ ഡ്രൈ ഇട്ടു, പ്രോബ്ലം തീർന്നു. ദെൻ നമ്മൾ ഇവിടെ വേസ്റ്റ് ആകാൻ ഉദ്ദേശിച്ചിരുന്ന പെർക്കിന് ഡിസ്റ്റിലേഷൻ ടാങ്കിലേക്ക് വിട്ട് നമ്മൾ ഡിസ്റ്റിലേഷൻ ചെയ്ത് ഫിൽട്ടർ ചെയ്ത് രണ്ടാമത് ഉപയോഗിച്ചു. ദർ ഇസ് 0 ലോസേജ്.